ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു വാർത്തയിലേക്ക് പോകാം. നമുക്ക് നടൻ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി പ്രത്യേക അന്വേഷണ സംഘം. മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയത്. ശ്യാം ദേവരാജ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, സിദ്ദിഖ് ഒളിവിലാണ് എന്ന് കേൾക്കുന്നു, അത് ശരിവെക്കുന്നതല്ലേ ലുക്കൌട്ട് സർക്കുലർ? അങ്ങനെ തന്നെയാണ്. അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘമാണ് സിദ്ദീഖിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതീവ ഗൗരവതരമായ കുറ്റകൃത്യമാണ് നടൻ സിദ്ദീഖിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അത് മ്യൂസിയം പോലീസാണ് ചുമത്തിയത്. മ്യൂസിയം പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് മ്യൂസിയം പോലീസ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദീഖ് വരുന്നു. ഈ അവസരത്തിലാണ് സിദ്ദീഖിനെതിരെ ഗൗരവതരമായ തെളിവുകളുണ്ട് എന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം സിദ്ദീഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. LOC അഥവാ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ലുക്കൌട്ട് സർക്കുലർ അനുസരിച്ച് സിദ്ദീഖിന് രാജ്യം വിട്ടു പോകാനാവില്ല. അത് തന്നെയാണ് സിദ്ദീഖിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അതായത് സിദ്ദീഖിനെ പൂട്ടാനുള്ള, സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് SIT കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ബലാത്സംഗ കേസാണ് സിദ്ദീഖിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ബലാത്സംഗ കേസ് എന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 വകുപ്പ് അനുസരിച്ചാണ്. മാത്രമല്ല അതിജീവിതയെ ഭീഷണിപ്പെടുത്തി എന്ന കേസ് കൂടി ഒപ്പം ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കുറ്റങ്ങളാണ് സിദ്ദീഖിനെതിരെ ഉള്ളത്. സിദ്ദീഖിനെതിരെ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തപ്പെട്ട സാഹചര്യത്തിലാണ് സിദ്ദീഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. അതിനൊപ്പമാണ് ഈ വാദം നടന്നതിന് ശേഷമാണ് സിദ്ദീഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിക്കുന്നത്. മാത്രമല്ല അത് ആ ലുക്കൌട്ട് നോട്ടീസ് കൂടി ഹൈക്കോടതി ഗൗരവതരമായി എടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനവും. സിദ്ദീഖിന് ഇതനുസരിച്ച് ഒരു വിമാനത്താവളങ്ങളിലൂടെയും പുറത്ത് കിടക്കാനാവില്ല, രാജ്യത്തിന് പുറത്തേക്ക് കടക്കാനാവില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. സിദ്ദീഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയ സാഹചര്യത്തിലാണ് SIT ഇങ്ങനെ ഒരു ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത്, LOC പുറപ്പെടുവിച്ചത്. ആ LOC എന്നത് സിദ്ദീഖിനെതിരെ വലിയ തിരിച്ചടി, അല്ലെങ്കിൽ സിദ്ദീഖിന് രക്ഷപ്പെടാനുള്ള, നിയമത്തിന്റെ സംവിധാനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള. ശരി ശ്യാം ദേവരാജ്.